ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം നമോ നാരായണായ. ഓം ശ്രീമദ് മഹാഭാഗവതം അഷ്ടമസ്കന്ധം സപ്തമോധ്യായഃ. പാലാഴി കടഞ്ഞപ്പോൾ ആദ്യമുണ്ടായ കാളകൂട വിഷം കണ്ട് സർവജനങ്ങളും ഭയപ്പെട്ട് ശിവനെ സ്തുതിച്ചതും ഭഗവാൻ ആ വിഷത്തെ പാനം ചെയ്തതുമാണ് ഈ 7-ാമത്തെ അധ്യായത്തിൽ പറയുന്നത്. ശ്രീശുക ഉവാച തേ നാഗരാജം ആമന്ത്ര്യ ഫലഭാഗേന വാസുകിം പരിവീയ ഗിരൗ തസ്മിൻ നേത്രമബ്ധിം മുദാന്വിതാഃ. ആരേഭിരേസു സംയുക്ത അമൃതാർത്ഥം കുരുദ്വഹ. ഹരിഃ പുരസ്താദ് ജഗൃഹേ പൂർവം ദേവാഃ തതോഭവൻ. ഹേ കുരുദ്വഹ, പരീക്ഷിത്തെ, തേ ആ ദേവാസുരന്മാർ നാഗരാജം വാസുകിയും സർപ്പരാജാവായ വാസുകിയെ ഫലഭാഗേന ഈ പാലാഴി മഥനത്തിന്റെ ഫലമായി കിട്ടുന്ന അമൃതിൽ നിന്നൊരു പങ്ക് നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ആമന്ത്ര്യ, അങ്ങനെ ഒരു വാഗ്ദാനം കൊടുത്തിട്ടാണ് വിളിച്ചു വരുത്തിയത്. എന്നിട്ട് തസ്മിൻ ഗിരൗ, ആ പർവ്വതത്തിൽ നേത്രം പരിവീയ, കയറാക്കി ചുറ്റിക്കെട്ടി, അങ്ങനെ മുദാന്വിതാഹ, സന്തോഷത്തോടു കൂടിയവരും സുസംയത്താഹ, അതിപ്രയത്നത്തോടു കൂടിയവരുമായിട്ട് എല്ലാവരും അമൃതാർത്ഥേ, അമൃതിനു വേണ്ടി അബ്ധിം മഥിതും ആരേഭിരെ, പാലാഴിയെ കടയുവാൻ തുടങ്ങി. അപ്പോ ഇവിടെ ഭഗവാന് അസുരന്മാരുടെ മനോഭാവം നന്നായിട്ട് അറിയാവുന്നത് കൊണ്ട് ഭഗവാൻ ആദ്യം ഹരിഹി പൂർവം പുരസ്താത്, ആ വാസുകിയുടെ മുഖഭാഗത്ത് വന്ന് ജഗൃഹെ പിടിച്ചു. ഇത് കണ്ടപ്പോ തതഹ ദേവാഹ അഭവൻ, ദേവന്മാരും ഭഗവാന്റെ കൂടെ, ഭഗവാന്റെ പുറകിലായിട്ട് വന്ന് ആ മുഖഭാഗം, തലഭാഗം പിടിച്ചു. ഭഗവാൻ അറിയാം തങ്ങൾ തലഭാഗം പിടിക്കുമ്പോൾ വാലിന്റെ ഭാഗം പിടിക്കുന്ന അസുരന്മാർക്ക് അതൊരു നാണക്കേടായി തോന്നുമെന്ന്. അസുരന്മാർ അവരുടെ ബുദ്ധി കൊണ്ട് ഒന്നും ചിന്തിക്കില്ല, അവർ അവരുടെ ശക്തിയിലാണ് വിശ്വസിക്കുന്നത്. പിന്നെ അഹങ്കാരം, ഞങ്ങൾ വാൽ പിടിക്കുകയോ എന്ന്. ഇങ്ങനെ പല ആളുകളും ഉണ്ട്. എന്താണ് അതിൻ്റെ അനന്തരഫലം എന്ന് ചിന്തിക്കാതെ അനാവശ്യമായ ഈഗോ കൊണ്ട് പല പുലിവാൽ പിടിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരു സന്ദർഭമാണ് ഇവിടെ. വാസുകിയുടെ വിഷം ചീറ്റുക ഈ തലയിൽ നിന്നാണ്. ഇത് ചിന്തിക്കാതെ അസുരന്മാർ വാശി പിടിക്കുകയാണ്. അപ്പോൾ ഭഗവാന് വേണ്ടതും അത് തന്നെയായിരുന്നു. അപ്പൊ അവരെ ഒന്ന് പ്രകോപിപ്പിക്കാനാണ് ഭഗവാൻ ആദ്യം വന്ന് തലഭാഗം പിടിച്ചത്. എന്തായാലും ഭഗവാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെ നടന്നു. അവർക്കിത് ഇഷ്ടപ്പെട്ടില്ല. 3-4 ശ്ലോകങ്ങൾ പറയുന്നു. തത് ന ഐച്ഛൻ ദൈത്യപതയോ മഹാപുരുഷ ചേഷ്ടിതം ന ഗൃഹ്ണീമോ വയം പുച്ഛം അഹേഹേ അംഗം അമംഗളം. 4 സ്വാധ്യായ ശ്രുതസമ്പന്നാഹ പ്രഖ്യാതാഹ ജന്മ കർമ്മഭി ഇതി തൂഷ്ണീം സ്ഥിതാൻ ദൈത്യാൻ വിലോക്യ പുരുഷോത്തമഃ. സ്മയമാനോ വിസൃജ്യ അഗ്രം പുച്ഛം ജഗ്രഹ സ അമരഃ. തത് മഹാപുരുഷ ചേഷ്ടിതം, മഹാപുരുഷനായ ഭഗവാന്റെ ഈ ഒരു പ്രവൃത്തിയെ ദൈത്യപതയഃ ന ഐച്ഛൻ, അസുരന്മാർക്ക് ഇഷ്ടമായില്ല. അഹേഹേ പുച്ഛം വയം ഗൃഹ്ണീമഃ, പാമ്പിന്റെ വാൽ ഞങ്ങൾ പിടിക്കുകയോ? ന, ഒരിക്കലുമില്ല. അമംഗളം അഹേഹേ, അശുഭകരമായ സർപ്പത്തിന്റെ അംഗം, ശരീരഭാഗമാണ് വാൽ. എന്നാൽ ഞങ്ങൾ ആരാണ്? സ്വാധ്യായ ശ്രുത സമ്പന്നാഹ ജന്മ കർമ്മഭിഹി, ഞങ്ങൾ വേദശാസ്ത്ര പരിജ്ഞാനമുള്ള വിദ്യാസമ്പന്നന്മാരും നല്ല വംശത്തിലുള്ള ജന്മം കൊണ്ടും വീരകൃത്യങ്ങൾ കൊണ്ടും പ്രഖ്യാതാഹ, പേരും പെരുമയും നേടിയവരുമാണ്. ഇങ്ങനെയുള്ള ഞങ്ങൾ വാൽ പിടിക്കില്ല. ഇതി തൂഷ്ണീം സ്ഥിതാൻ,
ഇങ്ങനെ ഭാവിച്ച് അവർ അനങ്ങാതെ നിൽക്കുകയാണ്. പിടിക്കുന്നേയില്ല, തലയും പിടിക്കുന്നില്ല, വാലും പിടിക്കുന്നില്ല. ഇങ്ങനെ അനക്കമില്ലാതെ സ്ഥിതാൻ ദൈത്യാൻ, ഇങ്ങനെ നിലകൊണ്ട അസുരന്മാരെ വിലോക്യ, കണ്ടിട്ട് ഭഗവാൻ ഒരു ഔദാര്യം ചെയ്തു കൊടുക്കുന്നത് പോലെ ഭഗവാൻ സ്മയമാനഹ, പുഞ്ചിരിച്ചുകൊണ്ട്, എന്നാ പിന്നെ ശരി, അഗ്രം വിസൃജ്യ, സർപ്പത്തിന്റെ അഗ്രഭാഗത്തെ, അതായത് തലഭാഗത്തെ വിട്ടിട്ട് ദേവന്മാരോട് പറഞ്ഞു, എന്നാ ശരി, നമുക്കെല്ലാം വാൽഭാഗം പിടിക്കാം. അങ്ങനെ സ അമരഹ, ദേവന്മാരോടുകൂടി പുച്ഛം, പുച്ഛഭാഗത്തെ, വാൽഭാഗത്തെ ജഗ്രാഹ, പിടിച്ചു. അഞ്ചാമത്തെ ശ്ലോകം. കൃതസ്ഥാന വിഭാഗാഹ തേ ഏവം കശ്യപനന്ദനാഹ മമന്ധുഃ പരം ആയത്ത അമൃതാർത്ഥം പയോനിധിം. കശ്യപനന്ദനാഹ, കശ്യപ പ്രജാപതിയുടെ മക്കളാണ് രണ്ടുപേരും, ദേവന്മാരും അസുരന്മാരും. അപ്പോൾ ഇങ്ങനെയുള്ള ഇവർ ഏവം, എങ്ങനെയാണ് നിൽക്കേണ്ടത്? കൃതസ്ഥാന വിഭാഗാഹ, രണ്ടു കൂട്ടർക്കും ആ സ്ഥാനം വെവ്വേറെ തിരിച്ച് ഉറപ്പിച്ച്, പരം ആയത്താഹ, അത്യധ്വാനത്തോടു കൂടിയവരായി, അമൃതാർത്ഥം, അമൃതലാഭത്തിനു വേണ്ടി, പയോനിധിം, പാലാഴിയെ, മമന്ധുഹു, കടഞ്ഞു തുടങ്ങി. എന്നാൽ കടഞ്ഞുകൊണ്ടിരിക്കെ വളരെ ബലമായി പിടിച്ചു വലിച്ചിട്ടും ഈ പർവ്വതത്തിന്, സമുദ്രത്തിനടിയിൽ ഒരു ആധാരം ഇല്ലായിരുന്നു. അതുകൊണ്ട് ആ പർവ്വതം താഴോട്ട് ആണ്ടുപോയി. ആറാമത്തെ ശ്ലോകം. മധ്യമാനേ അർണവേ സഹ അദ്രിഹി അനാധാരോ ഹി അധഃ അവിശത് ധ്രിയമാണഃ അപി ബലിഭിഃ ഗൗരവാത് പാണ്ഡുനന്ദന. ഹേ പാണ്ഡുനന്ദന, പരീക്ഷിത്തെ, അർണവേ മധ്യമാനെ, ആ സമുദ്രം അങ്ങനെ മഥിക്കപ്പെട്ടുകൊണ്ടിരിക്കെ, ബലിഭിഹി, ബലവാന്മാരായ അവരാൽ, ധ്രിയമാണഃ അപി, പിടിച്ചൊതുക്കപ്പെടുന്നതായിട്ടുകൂടിയും, അനാധാരഃ, അടിയിൽ താങ്ങാൻ ഒന്നും ഇല്ലാത്തതിനാൽ, സഹ അദ്രിഹി, ആ പർവ്വതം അതിന്റെ ഗൗരവാത്ത്, ഘനം കൊണ്ട്, അധഹാഹി അവിശത്, താഴോട്ടങ്ങനെ ആണ്ടുപോയി. ഏഴാമത്തെ ശ്ലോകം. തേ സുനിർവിണ്ണ മനസഃ പരിമ്ലാന മുഖശ്രിയഃ ആസൻ സ്വപൗരുഷേ നഷ്ടേ ദൈവേന അതിബലീയസ. സ്വപൗരുഷേ, അവർക്ക് തങ്ങളുടെ കൈക്കരുത്തിൽ അത്ര വിശ്വാസമുണ്ടായിരുന്നു, പക്ഷെ അതിലും ബലവത്താണ് വിധി. അതിബലീയസ ദൈവേന, അതിനേക്കാൾ അധികം കരുത്തുള്ള ദൈവേന, വിധി വൈഭവത്താൽ അവരുടെ ആ പുരുഷപ്രയത്നം പാഴായി, നഷ്ടേ, അപ്പോൾ അവർക്കെല്ലാവർക്കും വലിയ വിഷമമായി. തേ സുനിർവിണ്ണ മനസഹ, വിങ്ങിപ്പോയ ഹൃദയാന്തരത്തോടും, പരിമ്ലാന മുഖശ്രിയ, മങ്ങിപ്പോയ മുഖകാന്തിയോടും കൂടിയവരായി, അസൻ, ഭവിച്ചു. അങ്ങനെ ഭഗവാന്റെ പ്രശസ്തമായ കൂർമാവതാരം എടുക്കുകയാണ്. എട്ടാമത്തെ ശ്ലോകം. വിലോക്യ വിഘ്നേശ വിധിം തദീശ്വരോ ദുരന്തവീര്യഃ അവിതഥ അഭിസന്ധിഃ കൃത്വാ വപുഃ കാച്ഛപമദ്ഭുതം മഹത് പ്രവിശ്യതോയം ഗിരിം ഉജ്ജഹാര. തഥാ, അപ്പോൾ, ദുരന്തവീര്യഃ, അറ്റമില്ലാത്ത വീരതയോടു കൂടിയവനും, അവിതഥ അഭിസന്ധിഃ, വ്യർത്ഥീഭവിക്കാത്ത മനസ്സങ്കല്പത്തോടു കൂടിയവനുമായ ഈശ്വരഃ, മഹാവിഷ്ണു, വിഘ്നേശ വിധിം, വിഘ്നേശ്വരൻ വരുത്തിവെച്ച ഈ വിനയെ വിലോക്യ, കണ്ടിട്ട്, അദ്ഭുതം മഹത് കാച്ഛപം വപുഃ, ആശ്ചര്യകരവും വലിയ, അത്രയും വലുപ്പമുള്ളതുമായ ആമയുടെ ശരീരം കൃത്വ, സ്വീകരിച്ച്, തോയം പ്രവിശ്യ, വെള്ളത്തിലേക്ക് ഇറങ്ങിച്ചെന്ന്, ഗിരിം ഉജ്ജഹാര, ആ പർവ്വതത്തെ മേലോട്ടുയർത്തി. പാലാഴി മഥനത്തെ ഒരു സാധകന്റെ സാധനയുമായി ബന്ധപ്പെട്ടാണ് താത്വികമായി പറയാറുള്ളത്. മന്ദര പർവ്വതം എന്നത് സുവർണ പർവ്വതമാണ് എന്ന് പറഞ്ഞു. അതായത് നമ്മുടെ ജീവാത്മാവ്. ആ ജീവാത്മാവിനെയാണ് വാസുകി എന്ന കയറ്, അതായത് നമ്മുടെ വാസനകൾ തന്നെയാണ് ഈ വാസുകി എന്ന കയർ. ഇത് വെച്ചാണ് നമ്മൾ ഇങ്ങനെ മഥിക്കേണ്ടത്. മഥിക്കുക എന്ന് വെച്ചാൽ മനനം ചെയ്തുകൊണ്ടേയിരിക്കുക.
അങ്ങനെ മനനം ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്കൊരു ഗുരുവിൻ്റെ ഒരു സാന്നിധ്യം, ഒരു പിൻബലം ഇല്ല എങ്കിൽ മനസ്സ് അടിത്തട്ടിലേക്ക് അങ്ങ് പോകും. അതായത് വീണ്ടും ആകെ ഒരു വിഷാദ അവസ്ഥയിലേക്കാണ് പോവുക. ലൗകികത്തിൽ നിന്ന് വിട്ടിട്ടുമില്ല, ആത്മീയതയിലേക്ക് കടക്കാനും പറ്റുന്നില്ല എന്നൊരവസ്ഥയിൽ ആ ഈശ്വരൻ തന്നെയാണ് ഗുരുവിൻ്റെ രൂപത്തിൽ നമ്മളെ എടുത്തുയർത്തുന്നത്. അതാണ് കൂർമാവതാരമായിട്ട് ഭഗവാൻ വന്ന് നമുക്കൊരു പിന്തുണ, ഒരു പിൻബലമായിട്ട് വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടെ സാധന ചെയ്യാൻ ഒരു പ്രചോദനം തരികയാണ് ചെയ്യുക. 9-ാമത്തെ ശ്ലോകം. തമുത്ഥിതം വീക്ഷ്യ കുലാചലം പുനഃ സമുത്ഥിതാ നിർമഥിതും സുരാസുരാഹ ദധാര പൃഷ്ഠേന സ ലക്ഷയോജന പ്രസ്താരിണ ദ്വീപ ഇവ അപരോ മഹാൻ. സുരാസുരാഹ, ദേവന്മാരും അസുരന്മാരും, തം കുലാചലം, ആ മന്ദരപർവ്വതത്തെ, ഉത്ഥിതം വീക്ഷ്യ, വീണ്ടും മേലോട്ടുയർന്നു വരുന്നതായി കണ്ടിട്ട്, പുനഃ നിർമഥിതും, പിന്നെയും കടയുവാൻ, സമുത്ഥിതാഹ, എഴുന്നേറ്റൊരുങ്ങി, സഹ, ആ കൂർമ്മമൂർത്തി, ലക്ഷയോജന പ്രസ്താരിണ, 1,00,000 യോജനയോളം വിസ്താരത്തിലുള്ള പൃഷ്ഠേന, ആ പുറം കൊണ്ട്, അപരഹ മഹാൻ ദ്വീപഹ ഇവ, മറ്റൊരു വിശാലമായ ദ്വീപാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിൽ ആ പർവ്വതത്തെ അങ്ങനെ ദധാര, താങ്ങി നിന്നു. ഇത്രയും വലിയൊരു മന്ദരപർവ്വതത്തെ തൻ്റെ പുറത്ത് വെച്ച് ദേവാസുരന്മാർ കടയുമ്പോൾ അത് ഭഗവാന് ഒരു ചൊറിച്ചൽ മാത്രമായിട്ട് അനുഭവപ്പെട്ടു എന്നാണ് പറയുന്നത്. അത്രയും ലാഘവത്തോടുകൂടെയാണ് ഭഗവാന് ആ ഒരു മന്ദരപർവ്വതത്തിന്റെ തിരിച്ചിൽ അനുഭവപ്പെട്ടത് എന്നാണ്. 10-ാമത്തെ ശ്ലോകം. സുരാസുരേന്ദ്രൈഹി ഭുജവീര്യവേപിതം പരിഭ്രമന്തം ഗിരിം അംഗാ പൃഷ്ഠതഃ ബിഭ്രത് തദാവർത്തനമാദികച്ഛപോ മേനേ അംഗ കണ്ടൂയനം അപ്രമേയഃ. ഹേ അംഗ, സുരാസുരേന്ദ്രൈഹി ഭുജവീര്യവേപിതം, ദേവാസുരന്മാരുടെ കയ്യൂക്കുകൊണ്ടിങ്ങനെ കടയപ്പെടുന്ന, അതുകൊണ്ട് തന്നെ പരിഭ്രമന്തം, വട്ടം കറങ്ങുന്ന ഗിരിം, മന്ദരപർവ്വതത്തെ, പൃഷ്ഠതഃ ബിഭ്രത്, തൻ്റെ മുതുകിൽ താങ്ങി നിൽക്കുന്ന, അപ്രമേയഃ, അളക്കാൻ പറ്റാത്ത ബലശാലിയായ, ആദികച്ഛപഃ, ആദികൂർമ്മം, തദാവർത്തനം, അതിൻ്റെ ആ വട്ടം ചുറ്റലിനെ, അംഗ കണ്ടൂയനം, തൻ്റെ പുറത്താരോ പതുക്കെ ചൊറിയുന്നതായിട്ട് മാത്രം, മേനെ, കരുതി. അത്രയും ലാഘവമായിരുന്നു ഭഗവാന് ആ കാര്യം. അതേസമയം ഇവിടെ കൂർമാവതാരത്തിൽ ഭഗവാൻ ഇരിക്കുന്ന സമയത്ത് തന്നെ ദേവന്മാരും അസുരന്മാരും തളരുന്നു എന്ന് തോന്നുമ്പോൾ അവരുടെ ഇടയിലേക്ക് ഊർജമായിട്ട്, അവർ തന്നെയായിട്ട് ഭഗവാൻ മാറി കൂടെ നിന്ന് ഈ പാലാഴി മഥനം തൻ്റെതായ രീതിയിൽ അതിനെ ഒന്ന് പൊലിപ്പിച്ചു എന്ന് പറയുകയാണ്. 11-ാമത്തെ ശ്ലോകം. തഥാ അസുരാൻ ആവിശത് ആസുരേണ രൂപേണ തേഷാം ബലവീര്യം ഈരയൻ ഉദ്ദീപയൻ ദേവഗണാശ്ച വിഷ്ണുഃ ദൈവേന നാഗേന്ദ്രം അബോധരൂപഃ. തഥാ, അതേസമയം, വിഷ്ണുഃ, എങ്ങും നിറഞ്ഞു നിൽക്കുന്ന ഭഗവാൻ, ആസുരേണ രൂപേണ അസുരാൻ, അസുരന്മാരുടെ രൂപത്തിൽ അസുരന്മാരിലേക്കും, ദൈവേന, ദേവന്മാരുടെ രൂപത്തിൽ ദേവഗണാഞ്ച, ദേവസമൂഹങ്ങളിലേക്കും, തേഷാം ബലവീര്യം ഈരയൻ, അവരുടെ എല്ലാം ശക്തിയും കരുത്തും ഉത്പാദിപ്പിച്ചുകൊണ്ടും, ഉദ്ദീപയൻ, ഉദ്ദീപിപ്പിച്ചുകൊണ്ടും, അവരിലേക്ക് ആവശ്യത്, ആവേശിച്ചു. അവർക്കൊക്കെ പെട്ടെന്ന് ഒരു ഊർജം തിരിച്ചു കിട്ടിയതുപോലെയായി. അതേപോലെ തന്നെ വാസുകിക്കും ക്ഷീണമുണ്ട്. അങ്ങനെയുള്ള നാഗേന്ദ്രം വാസുകിയിലേക്ക് അബോധരൂപഃ, ഒരു ചൈതന്യ സ്വരൂപനായിട്ട് ആവേശിച്ചു. ആർക്കും കാണാൻ സാധിക്കാത്ത ചൈതന്യ രൂപത്തിൽ തന്നെ ഭഗവാൻ വാസുകിയിലേക്കും പ്രവേശിച്ചു. ദേവന്മാർക്കും അസുരന്മാർക്കും ഊർജം കൊടുത്തതിന് പുറമെ ഈ മന്ദരപർവ്വതത്തെ മുകൾ ഭാഗത്ത് നിന്ന് അവിടെ അടക്കി പിടിച്ചു എന്ന് പറയുകയാണ്. 12-ാമത്തെ ശ്ലോകം. ഉപരി അകേന്ദ്രം
ഗിരിരാട് ഇവ അന്യഃ ആക്രമ്യ ഹസ്തേന സഹസ്രബാഹുഃ തസ്ഥൗ ദിവി ബ്രഹ്മഭവേന്ദ്രമുഖ്യൈഃ അഭിഷ്ടുവദ്ഭിഃ സുമനോഭിവൃഷ്ടഃ. സഹസ്രബാഹുഃ 1000 കൈകളുള്ള അന്യഃ ഗിരിരാട് ഇവ മറ്റൊരു ഗിരിരാജനോ എന്ന് തോന്നും വിധത്തിൽ അകേന്ദ്രം പർവ്വതരാജനായ മന്ദരത്തെ ഉപരിഹസ്തേന മുകൾ ഭാഗത്ത് തൻ്റെ ആ തൃക്കരത്താൽ ആക്രമ്യ പിടിച്ചൊതുക്കി. അതേസമയം ഭഗവാന്റെ ഈ പ്രവൃത്തികൾ കണ്ട് അഭിഷ്ടുവദ്ഭിഹി ചുറ്റും നിന്ന് സ്തുതിഗീതങ്ങൾ ഉതിർക്കുന്ന ബ്രഹ്മ ഭവേന്ദ്രമുഖ്യൈഹി ബ്രഹ്മരുദ്ര ഇന്ദ്രാദി ദേവമുഖ്യന്മാരാൽ സുമനോഭിവൃഷ്ടഃ ദിവ്യപുഷ്പങ്ങൾ കൊണ്ട് അഭിവർഷിക്കപ്പെട്ടവനായി ആ അന്തരീക്ഷത്തിൽ ദിവി തസ്ഥൗ അങ്ങനെ ഭഗവാൻ സ്ഥിതി ചെയ്തു. 13-ാമത്തെ ശ്ലോകം. ഉപരി അധഃ ച ആത്മനി ഗോത്രനേത്രയോഃ പരേണ തേ പ്രാവിശതാ സമേധിതാഃ മമന്ധുഃ അബ്ധിം തരസാ മദോത്കടാ മഹാദ്രിനാ ക്ഷോഭിത നക്രചക്രം. ആത്മനി തങ്ങളിലും ഗോത്ര നേത്രയോഹോ മന്ദരഗിരിയുടെയും വാസുകിയുടെയും ഉപരി മുകളിലും പിന്നെ കൂർമാവതാരമായി അധഹച താഴെയും പ്രാവിശത പ്രകർഷേണ ആവേശിച്ചിരിക്കുന്ന ആ പരേണ പരമപുരുഷനാൽ സമേധിതാഹ ശക്തി വളർത്തപ്പെട്ട തേ അവരെല്ലാവരും മദോത്കടാഹ മദോന്മത്തരായി ചമഞ്ഞ് അവർക്ക് ആവേശം മൂത്തു നിൽക്കുകയാണ്. അങ്ങനെ മഹാദ്രിണ ആ മഹാപർവ്വതത്താൽ ക്ഷോഭിത നക്രചക്രം ഇളക്കിമറിക്കപ്പെട്ട മുതലാ തുടങ്ങിയ ജലജന്തു നിവഹത്തോടുകൂടിയ ആ അബ്ധിയെ സമുദ്രത്തെ തരസാ മമന്ധുഹു പൂക്കോടെ തടഞ്ഞു തുടങ്ങി. ദേവാസുരന്മാരുടെ ഇടയിൽ അവരുടെ പ്രാണശക്തിയായിട്ട് ഒരു ഊർജമായിട്ട് ഭഗവാൻ പ്രവേശിച്ചു എന്ന് പറഞ്ഞു. അതേസമയം മന്ദരപർവ്വതത്തിന്റെ മുകളിൽ ആ പർവ്വതത്തെ അടക്കം പിടിച്ചുകൊണ്ട് സഹസ്രബാഹുവായിട്ട് ഭഗവാൻ നിന്നു. അടിയിലാകട്ടെ ആദികൂർമ്മമായിട്ട് നിന്നു. അതേപോലെ തന്നെ വാസുകിക്ക് ആ ഉരയുമ്പോഴുള്ള വേദന അറിയാതിരിക്കാൻ സെഡേഷൻ എന്നതുപോലെ, അതായത് ഒരു ആലസ്യത്തിൽ എന്നതുപോലെ, വേദന അറിയുന്നില്ല പക്ഷെ ബോധമുണ്ട്, ഇങ്ങനെ ഒരു നിദ്രാലസ്യത്തിന്റെ രൂപത്തിലും പ്രവർത്തിച്ചിരുന്ന ഭഗവാൻ തന്നെയാണ് ശരിക്കും ആ പാലാഴി മഥനം നിർവഹിച്ചത്. ഈ ദേവാസുരന്മാരെല്ലാം വെറും നിമിത്തങ്ങൾ മാത്രമായിരുന്നു. അപ്പോൾ പാലാഴി മഥനം എന്നത് നമ്മുടെ മനസ്സിന്റെ സാധനയാണ് എന്ന് പറഞ്ഞു. ഒരു ഘട്ടം കഴിയുമ്പോൾ ഒരു തളർച്ച നമുക്ക് അനുഭവപ്പെടും. ആദ്യമുണ്ടായ ഒരു ആവേശം സാധനയിൽ ഇല്ല എന്ന് തോന്നും. അപ്പോഴൊക്കെ നമ്മൾ ഭഗവാനെ ശരണം പ്രാപിക്കണം. അപ്പോൾ ഭഗവാൻ തന്നെ നമുക്ക് ഒരു ഊർജത്തെ പ്രദാനം ചെയ്യുന്നതാണ്. അതേസമയം പതുക്കെ വാസുകിയുടെ നാവിൽ നിന്ന് വായിൽ നിന്ന് വിഷപ്പുക പുറത്തേക്ക് വരാൻ തുടങ്ങി. അപ്പോൾ വാസുകിയുടെ തലഭാഗം പിടിച്ചിരുന്ന അസുരന്മാർ തളർന്നുപോയി എന്ന് പറയുന്നു. 14-ാമത്തെ ശ്ലോകം. അഹീന്ദ്ര സാഹസ്ര കഠോര ദൃങ്മുഖ ശ്വാസാഗ്നി ധൂമാഹത വർച്ചസോ അസുരാഹ പൗലോമ കാലയേയ ബലി ഇല്വലാദയഃ ദാവാഗ്നി ദഗ്ധാ സരളാ ഇവ അഭവൻ. അഹീന്ദ്ര സാഹസ്രം വാസുകിയുടെ അസംഖ്യം കഠോര ദൃക്ക് ഉഗ്രനേത്രങ്ങളിൽ നിന്നും മുഖശ്വാസങ്ങളിൽ നിന്നും ഉണ്ടായ അഗ്നി ധൂമം തീയും പുകയും ഒക്കെ ചേർന്ന് ആഹതം കെടുക്കപ്പെട്ട വർച്ചസഹ ഊർജസ്സോടുകൂടിയവരായി അവരുടെ ഊർജം കെട്ടുപോയി. ഇങ്ങനെ ഊർജം കെട്ട പ്രധാനപ്പെട്ട അസുരന്മാർ ഇവരായിരുന്നു പൗലോമൻ, കാലേയൻ കാലകേയൻ, ബലി മഹാബലി, ഇല്വലൻ. ഇവരൊക്കെ ഇല്വലാദയഃ അസുരാഹ ദവാഗ്നിദഗ്ധാഹ കാട്ടുതീ കൊണ്ടു വെന്ത് കരിഞ്ഞ സരളാഹ സാലവൃക്ഷങ്ങൾ ഇവ എന്നതുപോലെ ആസൻ ആയിത്തീർന്നു. അസുരന്മാരെ മാത്രമല്ല വാലിന്റെ ഭാഗം പിടിച്ചു നിന്ന ആ ദേവന്മാർക്കും ഇതിന്റെ ഒരു വിഷപ്പുക ഏറ്റിരുന്നു. എന്നാൽ ഭഗവാൻ
മേഘങ്ങളെ കൊണ്ട് മഴ പെയ്യിച്ച് അവരുടെ ആ ഒരു വിഷപ്പുകയേറ്റുള്ള ക്ഷീണത്തെയെല്ലാം കുളിർപ്പിച്ചു എന്ന് പറയുന്നു. 15-ാമത്തെ ശ്ലോകം. ദേവാശ്ച തച്ഛ്വാസശിഖാഹത പ്രഭാൻ ധൂമ്രാംബര സ്രഗ്വര കഞ്ചുകാനനാൻ സമഭ്യവർഷൻ ഭഗവത് വശാഖന വപുഹു സമുദ്ര ഊർമി ഉപഗൂഢവായവഃ. തച്ഛ്വാസ ശിഖാഹത പ്രഭാൻ, ആ വാസുകിയുടെ നിശ്വാസ ജ്വാലയാൽ അസുരന്മാരുടെ അത്ര അല്ലെങ്കിലും മങ്ങലേൽപ്പിക്കപ്പെട്ട കാന്തിയോടുകൂടിയവരും ധൂമ്രാംബരം, ആ പുകയേറ്റ് അതിൻ്റെ ഒരു നിറമായി തീർന്ന അമ്പരം, വസ്ത്രങ്ങൾ, സ്രക്ക് മാലകൾ, വര കഞ്ചുകാൻ അവർ ധരിച്ച കഞ്ചുകങ്ങൾ, മേൽവസ്ത്രങ്ങൾ, ആനനാൻ ഇവരുടെ മുഖങ്ങൾ, ഇവയെല്ലാം ആകെ ഒന്ന് മങ്ങിപ്പോയി. അങ്ങനെയുള്ള ദേവന്മാരെ ആകട്ടെ ഭഗവത് വശാഹ, ഭഗവാന്റെ വശവർത്തികളായ ഘനാഹ മേഘങ്ങൾ സമഭ്യവർഷൻ നന്നായി വർഷിച്ച് ആശ്വസിപ്പിച്ചു. സമുദ്ര ഊർമി, ആ കടൽ തിരകളെ തഴുകിയ ഉപഗൂഢവായവഃ, സുഖശീതളമായ വായു അവരെ വീശി ഒന്ന് തണുപ്പിച്ചു കൊടുത്തു. 16-ാമത്തെ ശ്ലോകം. മധ്യമാനാ തഥാ സിന്ധോർ ദേവാസുരവരൂഥപൈഹി യഥാ സുധാ ന ജായേത നിർമമന്ധ അജിതഃ സ്വയം. എന്നാൽ ഇവരെത്രയൊക്കെ കടഞ്ഞിട്ടും, ഭഗവാൻ അവരുടെ ഉള്ളിൽ ശക്തിയായിട്ടിരുന്നിട്ടും അവർക്ക് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ അമൃതം വരുത്താൻ അവർക്ക് സാധിക്കുന്നില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫലം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഭഗവാൻ തന്നെ നേരിട്ടിറങ്ങി കടയാൻ തുടങ്ങി. ദേവ അസുര വരൂഥപൈഹി, ദേവ അസുര സംഘ അധ്യക്ഷന്മാരാൽ തഥാ മധ്യമാനാത്, ഇപ്രകാരം മഥിക്കപ്പെട്ടുകൊണ്ടിരുന്ന സിന്ധോഹോ, സമുദ്രത്തിൽ നിന്ന് സുധാ അമൃത് യഥാ ന ജായേത, ഉണ്ടാകാതെ വന്ന സന്ദർഭത്തിൽ ഭഗവാൻ തന്നെ അങ്ങോട്ട് കളത്തിലിറങ്ങി. അജിതഃ സ്വയം നിർമമന്ധ, ഭഗവാൻ തന്നെത്താനെ ആ സമുദ്രത്തെ കടഞ്ഞു തുടങ്ങി. ഒരേ സമയം പല പ്രവൃത്തികളാണ് ഭഗവാൻ ചെയ്തുകൊണ്ടിരുന്നത്. 17-ാമത്തെ ശ്ലോകം. മേഘശ്യാമ കനകപരിധി കർണവിദ്യോത വിദ്യുന്മൂർധ്നി ഭ്രാജദ് വിലുളിത കച സ്രഗ്ധരോ രക്തനേത്ര ജൈത്രൈർദോർഭിർ ജഗദഭയദൈർദന്തശൂകം ഗൃഹീത്വാ മധ്നൻ മധ്നാ പ്രതിഗിരി ഇവ അശോഭത അധ ധൃതാദ്രിഹി. മേഘശ്യാമഃ, മേഘം പോലെ ശ്യാമള നിറം പൂണ്ടവനും, കനകപരിധിഹി, നല്ല പീതാംബരം ചുറ്റിയവനും, കർണവിദ്യോത വിദ്യുത്, കാതുകളിൽ തിളങ്ങുന്ന മകരകുണ്ടലങ്ങളോടുകൂടിയവനും, മൂർധ്നി, ശിരസിൽ ഭ്രാജത്, ശോഭിക്കുന്ന വിലുളിത കചഹ, ചിന്നിച്ചിതറിയ കേശങ്ങളോടുകൂടിയവനും, സ്രഗ്ധരഹ, വനമാല ചാർത്തിയവനും, രക്തനേത്രഹ, ചെമപ്പ് നിറമാർന്ന കണ്ണിണയോടുകൂടിയവനുമായ ഭഗവാൻ, ജൈത്രൈഹി, വിജയം കൊള്ളുന്നവയും, ജഗത് അഭയദൈഹി, ലോകങ്ങൾക്ക് അഭയത്തെ പ്രദാനം ചെയ്യുന്നവയുമായ തൻ്റെ ദോർഭിഹി, തൃക്കരങ്ങളാൽ, ദന്തശൂകം, സർപ്പത്തെ, വാസുകിയെ ഗൃഹീത്വ, ഒരു കൈകൊണ്ട് പിടിച്ചു, മഥന, മന്ദരമാവുന്ന മത്തുകൊണ്ട് മറ്റൊരു കൈകൊണ്ട് മഥനൻ, കടഞ്ഞുകൊണ്ടും, അധോ, അതിനും പുറമേ, ധൃതാദ്രിഹി, കൂർമാവതാരമായി അപ്പോഴും താഴെയുണ്ട്, അങ്ങനെ പർവ്വതത്തെ താങ്ങിക്കൊണ്ടും, പ്രതിഗിരിഹി ഇവ, മറ്റൊരു പർവ്വതമാണോ എന്ന് തോന്നും വിധത്തിൽ ഭഗവാൻ അശോഭത, അങ്ങനെ ശോഭിച്ചു. 18-ാമത്തെ ശ്ലോകം. നിർമധ്യമാനാത് ഉദധേഹേ അഭൂതു വിഷം മഹോൽബണം ഹാലഹലാഹ്വം അഗ്രതഃ സംഭ്രാന്തമീന ഉന്മകര അഹി കച്ചപാത് തിമിദ്വിപ ഗ്രാഹ തിമിംഗലാകുലാത്. നിർമധ്യമാനാത്, അങ്ങനെ ഭഗവാനും കൂടെ ഇറങ്ങി മഥിച്ചപ്പോൾ, തീവ്രമായി മഥിച്ചപ്പോൾ, സംഭ്രാന്ത മീന ഉന്മകര അഹി കച്ചപാത്, വട്ടം ചുഴന്ന മത്സ്യങ്ങളോടും, കരയിലെ കടിഞ്ഞു കയറിയ ചീങ്കണ്ണികൾ, നീർപ്പാമ്പുകൾ, മറ്റ് ആമകൾ എന്നിവയോടും, തിമി ദ്വീപ ഗ്രാഹ തിമിംഗല ആക്കുലാത്, തിമി മത്സ്യങ്ങൾ, കടലാനകൾ,
മുതലകൾ, തിമിംഗലങ്ങൾ എന്നിവയോടുകൂടി വിക്ഷുബ്ധമായുള്ളതുമായ ആ ഉദധേഹേ, സമുദ്രത്തിൽ നിന്ന് അഗ്രതഹ ആദ്യമായിട്ട് വന്നത് ഹാലഹലാഹ്വം, ഹാലഹലം എന്ന് പേരുള്ള അത്യുൽബണം വിഷം, അത്യുഗ്രമായ വിഷം അഭൂത് ആവിർഭവിച്ചു. അപ്പോൾ ഭഗവാനും കൂടെ ആ മഥനം ഏറ്റെടുത്തപ്പോഴാണ് ആ മഥനത്തിനൊരു ശക്തി ഉണ്ടായത്. എന്നാൽ അങ്ങനെ ശക്തിയോടെ മഥിച്ചപ്പോൾ ആദ്യം വന്നത് ഹാലഹലം എന്ന് പേരുള്ള അത്യുഗ്രമായ വിഷമായിരുന്നു. നമ്മൾ സാധന ചെയ്ത് തുടങ്ങുമ്പോഴാണ് നമ്മുടെ മനസ്സിന്റെ അടിത്തട്ടിൽ എത്രയോ ജന്മങ്ങളിലായിട്ട് നമ്മൾ പോലും അറിയാതെ അടിഞ്ഞു കിടക്കുന്ന വിഷം എന്ന നമ്മുടെ ദുർഗുണങ്ങൾ, മനസ്സിന്റെ തെറ്റായ ചിന്തകൾ. നമ്മൾ വിചാരിക്കും പുറമേക്ക് നമ്മൾ നല്ല മനുഷ്യരായി എന്ന് വിചാരിക്കും. പക്ഷേ അത് സാധന ചെയ്ത് കടയുമ്പോഴാണ് മനസ്സിലാവുക മനസ്സിന്റെ അടിത്തട്ടിലിരിക്കുന്ന വിഷം എത്ര മാരകമാണ് എന്ന്. അപ്പോൾ അതിനെ എടുത്ത് പുറത്ത് കളയുകയാണ് ആദ്യം ചെയ്യുക. അപ്പോൾ സാധകന്റെ മനസ്സിൽ ആദ്യമൊക്കെ വരുന്ന ദുഷ്ചിന്തകൾ, മനസ്സിൽ തെറ്റാണെന്ന് നമ്മൾ പേടിച്ചിരുന്ന പല വികാരങ്ങളും പുറത്തേക്ക് വരുമ്പോൾ ഒരു സാധകൻ പേടിച്ചു പോകും. ഇതെന്താണ് ഇങ്ങനെ? സാധന ചെയ്യുമ്പോഴാണോ എനിക്ക് ഇത്തരം വിചാരങ്ങൾ വരുന്നത് എന്ന് പേടിച്ചു പോകും. അങ്ങനെ പേടിക്കരുത്. ഇതാണ് അതിൻ്റെ കാരണം. നമ്മുടെ ഉള്ളിൽ ഇപ്പോൾ നമ്മൾ മനസ്സിന്റെ ഒരു ഉപരിതലത്തിലുള്ള മനസ്സിനെ നമ്മളാണെന്ന് വിചാരിച്ച് ഞാൻ വളരെ നല്ലവനാണെന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണ്. എന്നാൽ അങ്ങനെയല്ല. അപ്പോൾ സാധന ചെയ്തു തുടങ്ങുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ആരാണ് എന്ന ബോധം അല്ലെങ്കിൽ തിരിച്ചറിവ് നമുക്ക് തന്നെ ഉണ്ടായി വരുന്നത്. അതിൽ പേടിക്കാതിരിക്കാനാണ് നമുക്ക് അങ്ങനെയുള്ള തീവ്രമായ സാധനയിലേക്ക് പോകുമ്പോൾ ഒരു ഗുരു വേണം എന്ന് പറയുന്നത്. ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ ഹരേ രാമ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ ഹരേ രാമ രാമ ഹരേ കൃഷ്ണ കൃഷ്ണ.